അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കേസ് വരുന്ന ഒരു പ്രോബ്ലമാണ്. 31/3/2020 ഷൈൻ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 2500 ഷെയർ. സോ ടോട്ടൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,50,000 ആണ്. അതിൽ 2000 രൂപ കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ട്. കോൾസ് ഇൻ അരിയർ മീൻസ് കമ്പനി ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടില്ല, അരിയർ വന്നിട്ടുണ്ട്. അതിനാണ് എന്താ പറയാ, കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ഫൈനൽ കോളിന്റെ എമൗണ്ട് 20 രൂപയാണ്, കോൾസ് ഇൻ അരിയറിന്റെ എമൗണ്ട് 2000 രൂപയാണ്. അപ്പൊ എത്ര പ്രിഫറൻസ് ഷെയറിലാണ് നമുക്ക് 20 രൂപ കിട്ടായിരുന്നത്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2000 ഡിവൈഡ് ബൈ 20 ഇസ് ഈക്വൽ ടു 100. 100 പ്രിഫറൻസ് ഷെയർസിന്റെ 20 രൂപയാണ് കമ്പനിക്ക് കിട്ടാത്തത്. അങ്ങനെയാണ് ടോട്ടൽ 2000 കോൾസ് ഇൻ അരിയർ വന്നത്. വിച്ച് മീൻസ് 2500 ഷെയർസിൽ 2400 ഷെയർസിന്റെ ഫുൾ എമൗണ്ടേ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. 100 രൂപ വെച്ചിട്ട് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 100 ഷെയറിൽ എത്ര കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ? 80 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എന്താണ്? 20 രൂപ എന്താണ്? കോൾസ് ഇൻ അരിയർ ആണ്. സോ ഇതിൽ 2400 ഷെയർ ഫുള്ളി പെയ്ഡപ്പും 100 ഷെയർ എന്താണ്? പാർട്ട്ലി പെയ്ഡപ്പും ആണ്. വിച്ച് മീൻസ് 80 രൂപ അവർ പേ ചെയ്തിട്ടുള്ളൂ, ബാക്കി 20 രൂപ അവർ പേ ചെയ്തിട്ടില്ല. റിഡംഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന്റെ കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾസ് ഇൻ അരിയർ വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യനകത്ത് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഉള്ള കോൾസ് ഇൻ അരിയർ ഉള്ള പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെഡീം ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് മീൻസ് ഈ ഒരു കേസിൽ 100 ഷെയറിനാണ് എന്ത് വന്നത്? കോൾസ് ഇൻ അരിയർ വന്നത്. വിച്ച് മീൻസ് 100 ഷെയർ നിങ്ങൾ റെഡീം ചെയ്യേണ്ട. ബാക്കി 2400 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ടുള്ള 2400 ഷെയർ മാത്രം എന്ത് ചെയ്താൽ മതി? റെഡീം ചെയ്താൽ മതി. വിച്ച് മീൻസ് 2400 × 100 2,40,000 റെഡീം ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ റെഡീം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൽ കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ട്. ഓർ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയർ കമ്പനി റിസീവ് ചെയ്തു, സോ അതുകൊണ്ട് എല്ലാ പ്രിഫറൻസ് ഷെയറും റെഡീം ചെയ്യാണ് എന്നുള്ള ഒരു അസംഷനിലും അങ്ങനെ ഒരു അസംഷനും കൊടുക്കാം. ദാറ്റ് ഈസ് ഈ 2000 രൂപ കമ്പനിക്ക് പിന്നെ കിട്ടി, അതായത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തു, സോ ഇത് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ഈ 2500 × 100 മുഴുവൻ ഷെയർസും എന്ത് ചെയ്യാം? റെഡീം ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഈ 100 ഷെയറിനെ കിട്ടിയിട്ടില്ല, സോ കോൾസ് ഇൻ അരിയർ ഉള്ള പ്രിഫറൻസ് ഷെയർ നമ്മൾ റെഡീം ചെയ്യുന്നില്ല, ബാക്കി ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള 2500 പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ എത്തുന്നത്. ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത്. പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ 30/6/2020 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ഡിസൈഡ് ചെയ്തു? പ്രിഫറൻസ് ഷെയർസ് 10% പ്രീമിയത്തിന് റെഡീം ചെയ്യാന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് 50,000 രൂപ വാല്യുള്ള ഇൻവെസ്റ്റ്മെന്റ് 40,000 രൂപക്ക് വിറ്റു. സോ അവിടെ ഒരു ലോസ് വന്നു. ലോസ് വരുമ്പോൾ എന്താ ജനറൽ എൻട്രി എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. then അവർ എന്തുകൂടെ ഡിസൈഡ് ചെയ്തു? 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ 1 രൂപ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. റിക്വയർഡ് ആഫ്റ്റർ യൂട്ടിലൈസിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലിവിംഗ് എ ബാലൻസ് ഓഫ് ₹50,000. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 50,000 രൂപ ബാലൻസ് വെക്കുക. ദെൻ ബാക്കിയുള്ള എമൗണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. കാരണം എന്താണ്? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടും എമൗണ്ട് തികയുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത്. റിക്വയർഡ് ആഫ്റ്റർ യൂട്ടിലൈസിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലിവിംഗ് എ ബാലൻസ് ഓഫ് ₹50,000. ഓക്കെ, ദെൻ റിഡംഷൻ, പ്രീമിയം ഓൺ റിഡംഷൻ പേ ചെയ്യുന്നത് കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടാണ്. ഇതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന മെയിൻ എലമെന്റ്. കമ്പനിയുടെ പ്രീമിയം ഓർ റിഡംഷൻ പേ ചെയ്യുന്നത് കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. വിച്ച് മീൻസ് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 15,000 രൂപ കിടക്കുന്നുണ്ട്. ഇതും യൂസ് ചെയ്യാം. വെൻ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 1 രൂപ പ്രീമിയത്തിനാണ്, അപ്പോഴും കമ്പനിക്ക് സെക്യൂരിറ്റി പ്രീമിയം കിട്ടും. സോ അതും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സർപ്ലസ് എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിനാണ്, പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്നതും പ്രീമിയത്തിനാണ്. ദെൻ എത്രയാണ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട ഫേസ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ ശരിക്കും ഇക്വേഷൻ യൂസ് ചെയ്യണം. പക്ഷേ ഈ ഒരു കേസിൽ അവർ പറയുന്നുണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ് പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഈസ് സഫിഷ്യന്റ് ടു പ്രൊവൈഡ് പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡ് ചെയ്യാൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് സഫിഷ്യന്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് തികയാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് 50 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ ഇന്ത്യയിലില്ല, പുറത്താണ്. വിച്ച് മീൻസ് അയാൾക്ക് കമ്പനിക്ക് പേയ്മെന്റ് നടത്താൻ പറ്റത്തില്ല. അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണ്. സോ അപ്പൊ എന്താ ജേർണൽ എൻട്രി എഴുതുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി ജേർണൽ എൻട്രി എഴുതാനും റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നേരെ വർക്കിംഗ് നോട്ടിലോട്ട് പോകുന്നത്. ഏതാ മെത്തേഡ്? റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കുറച്ച് പ്രോഫിറ്റിൽ നിന്നും കുറച്ച് നമ്മൾ ഫ്രഷ് ഇഷ്യൂയിലൂടെയാണ് കളക്ട് ചെയ്യുന്നത്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് കിടക്കുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൽ 1,50,000 കിടക്കുന്നുണ്ട്. ദെൻ നമ്മൾ 50,000 രൂപ വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് 40,000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ 10,000 രൂപ ലോസ് വന്നിട്ടുണ്ട്. സോ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറയും. ദെൻ ബാക്കി 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് വെക്കണം. സോ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 90,000 ഉണ്ടാവുള്ളൂ. അതായത് 1,50,000 10,000 രൂപ ലോസ് വന്നിട്ട് കുറയും. അപ്പോൾ 1,40,000 അതിൽ 50,000 രൂപ നമ്മൾ ബാലൻസ് വെക്കണം. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1,40,000 50,000 രൂപ ബാലൻസ് വെക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 90,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 60,000 കുറച്ചുണ്ടാണ്. അപ്പോൾ 90,000 നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 90,000. നമുക്ക് എത്രയാണ് റെഡീം ചെയ്യേണ്ടത്? 2,500 ഷെയറിൽ 2,400 ഫുള്ളി പെയ്ഡപ്പ് ഉള്ളൂ. ബാക്കി 100 ഷെയറിന് കോൾസിന് അറിയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെഡീം ചെയ്യുന്നില്ല. അപ്പോൾ 2,400 × 100 2,40,000 ആണ് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട്. ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റെഡീംഡ് എന്ന് പറഞ്ഞിട്ട് 2,40,000. അതില് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് റെഡീം ചെയ്യുന്ന എത്രയാണ്? 90,000 ആണ്. സോ ബാക്കി 1,50,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫ്രഷ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റെഡീം ചെയ്യുന്നത് 10 രൂപയാണ് ഒരു ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ 1,50,000 ഡിവൈഡ് ബൈ 10 15,000 ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ഒരു വർക്കിംഗ് നോട്ടും പ്രൊവൈഡ് ചെയ്യാട്ടോ. റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറിന്റെ എണ്ണം എത്രയാണെന്നുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയറിന്റെ എണ്ണം എത്രയായിരുന്നു? 2,400 ആയിരുന്നു. അതിൽ നമുക്ക് കോൾസിന് അരിയർ വന്നിട്ടുള്ള ഷെയർ എത്രയായിരുന്നു? 100 ഷെയറിന്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി 2,400 ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡീം ചെയ്യുന്നത്. സോ 2,400 × 100 2,40,000 ആണ് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ഫേസ് വാല്യൂ. 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 24,000 ആണ് പ്രീമിയം ഓൺ റിഡംഷന്റെ എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് നേരെ ജേണൽ എൻട്രിയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ 50,000 രൂപ വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് 40,000 രൂപക്കാണ് വെക്കുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ കമ്പനിക്ക് 40,000 കിട്ടി, 10,000 രൂപ നഷ്ടം വന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് 50,000 വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് വിറ്റത്. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് ജേണൽ എൻട്രി വരുന്നത് പുതിയ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യാണ്. എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 15,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് 1 രൂപ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. വിച്ച് മീൻസ് പ്രീമിയത്തിന്റെ എമൗണ്ട് എത്ര വരും? 15,000 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 രൂപ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 × 1 15,000 ആണ് പ്രീമിയത്തിന്റെ എമൗണ്ട് വരുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ അത് അവിടെ കിടക്കട്ടെ. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരിക? 15,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപ, 1,50,000. ദെൻ പ്രീമിയത്തിന്റെ എമൗണ്ട് 15,000 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് പ്രീമിയം 1 രൂപയാണ്. അപ്പോൾ 15,000 × 1 15,000 അങ്ങനെ ടോട്ടൽ 1,60,000 ആണ് കമ്പനിക്ക് കിട്ടുക. ഓക്കെ. ദെൻ അതിന്റെ ജേണൽ എൻട്രി എഴുതി. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ്. പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്ര? 2,400 × 100 2,40,000. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 24,000. അത് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 15,000 കിടക്കുന്നുണ്ട്. ദെൻ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ എത്ര കിട്ടി? 15,000 കിട്ടി. അങ്ങനെ ടോട്ടല് 30,000 കിടക്കുന്നുണ്ട്. അതിൽ നമ്മൾ 24,000 എന്തിനു വേണ്ടി യൂസ് ചെയ്തു? പ്രീമിയം ഓൺ റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഓക്കെ. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ 2,40,000 പ്രീമിയം ഓൺ റിഡംഷൻ 10% 24,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടോട്ടൽ 2,64,000 അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിൽ 9,000 പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് റെഡീം ചെയ്യുന്നത്. സോ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എത്രയാണോ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് റെഡീം ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഫേസ് വാല്യൂ നമ്മൾ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 90,000 പേ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ മുഴുവൻ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നില്ല. കാരണം എന്താ? ഇതിൽ 50 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്താണ്. സോ അയാൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റത്തില്ല. 50 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര കൊടുക്കാണ്ടാവുക? ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 100 ആണ്. 50 × 100 ഫേസ് വാല്യൂ 5,000 കൊടുക്കാണ്ടാവും. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% പ്രീമിയം കൊടുക്കുന്നുണ്ടല്ലോ. സോ 5,000 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ 500. അങ്ങനെ ടോട്ടൽ 5,500 ആയിരിക്കും അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. സോ 5,500 ഒഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുക. അതായത് 2,64,000 നിന്ന് 5,500 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുക. പ്രിഫറൻസ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക് എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുക. സോ ഈ ഒരു എമൗണ്ട് എവിടെ കിടക്കുന്നുണ്ടാവുക? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ അതർ കറന്റ് ലയബിലിറ്റീസ് ഹെഡിങ് കൊടുത്തിട്ട് അതിന് താഴെ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ ഈ ഒരു എമൗണ്ട് 5,500 എന്നുള്ള എമൗണ്ട് കിടക്കുന്നുണ്ടാവും. ഇനി നമുക്ക് റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് വരക്കണം. ഇതിൽ ഏതൊക്കെ പോയിട്ടുണ്ടാവും? 2,48,000 2,40,000 നമ്മൾ റിഡീം ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 8,000 ഉണ്ടാവുള്ളൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 100 ഷെയർ നമ്മൾ റെഡീം ചെയ്തില്ല. അപ്പോൾ 100 ഷെയർ ഓഫ് ₹100 നിന്നാണ് 10,000 ഉണ്ടാവും. അതിൽ കോൾസിന് അരിയർ 2,000 ഇതുമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി 8,000 ഉണ്ടാവും ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട്. സിംപ്ലി നോക്കുകയാണെങ്കിൽ 2,40,000 2,40,000 നമ്മൾ റെഡീം ചെയ്തു. ബാക്കി 8,000 ഉണ്ടാവും.
ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം ഉണ്ടാവും. പ്ലസ് റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ 15,000 ഇക്വിറ്റി ഷെയർ 10 രൂപ ഫേസ് വാല്യുള്ള 15,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ടോട്ടൽ 30,000 ഇക്വിറ്റി ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ 15,000 ഇക്വിറ്റി ഷെയർ വരുമ്പോൾ 45,000 ഇക്വിറ്റി ഷെയർ അറ്റ് ₹10 ഈച്ച് എന്ന് പറഞ്ഞാൽ 4,50,000 വന്നിട്ടുണ്ടാവും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4,50,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്ന് പറഞ്ഞിട്ട് 45,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഈസ് ഈക്വൽ ടു 4,50,000. അങ്ങനെ ടോട്ടൽ ക്യാപിറ്റലിന്റെ എമൗണ്ട് 4,58,000. ഇനി അതർ ഇക്വിറ്റിയിലോട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ എത്ര ബാലൻസ് എടുക്കുന്നുണ്ടാവും? 50,000 ബാലൻസ് വെക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ 50,000 ബാലൻസ് എടുക്കുന്നുണ്ടാവും. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഇവിടെ 15,000 ഉണ്ടായിരുന്നു. ദെൻ അതുപോലെ പുതിയ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് 15,000, അങ്ങനെ ടോട്ടൽ 30,000 വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ 24,000 രൂപ പ്രീമിയം റിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. സോ 30,000 24,000 പോവുകയാണെങ്കിൽ ബാക്കി 6,000. 15,000 എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, 15,000 പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയ പ്രീമിയം, അതിൽ നിന്ന് 24,000 നമ്മൾ പ്രീമിയം റിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. സോ ബാക്കി 6,000. ദെൻ എന്തുകൂടെ വന്നിട്ടുണ്ടാവും? CRR അക്കൗണ്ട് വന്നിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു CRR എന്ന് പറഞ്ഞപ്പോൾ 90,000 അതും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ റിട്ടേൺഡ് ഏർണിംഗ്സിൽ ഇത്രയും എമൗണ്ട് ആണ് വരിക. ദെൻ അതർ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഐറ്റം കൂടി വരും. കാരണം അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, 50 ഷെയറിന്. അപ്പോൾ എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അത് നമ്മൾ എവിടെ കാണിക്കാന്ന് പറഞ്ഞാൽ അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അതർ കറന്റ് ലയബിലിറ്റീസിന് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് കൊടുക്കുക? 5,500. അപ്പോൾ നമ്മളിവിടെ അതർ കറന്റ് ലയബിലിറ്റീസിന് ഹെഡിങ് കൊടുത്തിട്ട് അതിന് നേരെ എന്ത് ചെയ്തും? കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 5,500 അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ എമൗണ്ട് എടുത്തത്. അങ്ങനെ ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ചെയ്തു. അസറ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റു. 50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റു. 10,000 രൂപ ലോസിന് സ്വന്തം ഇല്ലാവില്ല, ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. സോ ഇതുണ്ടാവില്ല. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ആഡ് ചെയ്യുക, കുറക്കുക, അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ 90,000 രൂപയാണ്. സോ നമുക്ക് അസറ്റ് വിറ്റപ്പോൾ 40,000 കിട്ടി. സോ 90,000 പ്ലസ് 40,000 ഫ്രഷ് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ 1,60,000 കിട്ടി. സോ പ്ലസ് 1,60,000 ദെൻ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്തപ്പോൾ ഇത്ര എമൗണ്ട് പോയി. സോ മൈനസ് 2,58,500. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്രയാണ് എമൗണ്ട് കിട്ടുക. 90,000 അതിലുള്ള ബാലൻസ്, ദെൻ 40,000 അസറ്റ് വിറ്റപ്പോൾ, ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോൾ, ദെൻ ഇത് ഫ്രഷ് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ, ദെൻ ഇത് പ്രിഫറൻസ് ഷെയർസിന്റെ എമൗണ്ട് കൊടുത്തപ്പോൾ അത് കുറയ്ക്കുക. അപ്പോൾ ഇത്രയും എമൗണ്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ക്യാരി ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 90,000 ബാലൻസ് ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോൾ 40,000 കിട്ടി. പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ 1,50,000 കിട്ടി. നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ടും പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയത്തിന്റെ എമൗണ്ട് 1,60,000 ഒരുമിച്ചാണ് ഇവിടെ എഴുതിയത്. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. ഒക്കെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്തപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത്രയും എമൗണ്ട് പോയി. സോ അത് നമ്മൾ ഡിഡക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എത്ര വരും? ബാലൻസ് ചെയ്യുമ്പോൾ 29,000 ബാലൻസ് 36,500 വരും. സോ ക്യാഷ് അറ്റ് ബാങ്ക് എത്ര വരും? 36,500. ദെൻ നോൺ കറന്റ് അസറ്റിന്റെ എമൗണ്ട് എത്രയുണ്ട്? 6 ലക്ഷം ഉണ്ട്. നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിൽ 6,36,500 വരും. ദെൻ ലയബിലിറ്റി സൈഡും 6,36,500 വരും. ഇത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രം, മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എടുത്തത്. അത് എങ്ങനെ കിട്ടി എന്നുള്ള കാൽക്കുലേഷൻ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.